കണ്ണൂരിലെ CPM കൊട്ടേഷൻ വിവാദത്തിൽ വിമർശനം തുടരുകയാണ് ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ചെങ്കൊടിയുടെ തണലിൽ അധോലോക സംസ്കാരം വളരരുതെന്നും ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. തുടർഭരണം നൽകിയ ജനങ്ങളുടെ പ്രതീക്ഷ സർക്കാർ കൈവിടില്ല. തെറ്റുകൾ തിരുത്തി LDF മുന്നോട്ടു പോകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗ്ഗമല്ല. ചെങ്കൊടി അതിൻ്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും മുഞ്ചികത്തും തെലങ്കാനയിലും തേപാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോര കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണത്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരം വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കും ഉണ്ട്, ആ നിലപാട് CPMനും ഉണ്ടാകാം. ശരത് കെ ശശിയുണ്ട് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ CPMന്റെ പാർട്ടിക്കകത്തെ വിഷയങ്ങളെ CPI വിമർശിക്കുക അത്യപൂർവമാണ്. അത്തരം സന്ദർഭങ്ങൾ മുന്നണിക്കകത്തെ വിഷയങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ CPMനെതിരെ ഇന്നലെ വാർത്താക്കുറിപ്പ്, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം. എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശരത്? സ്മൃതി, കണ്ണൂർ CPMനെതിരായ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പരസ്യ പ്രസ്താവന നടത്തി ഇന്നലെ അദ്ദേഹം രംഗത്ത് വന്നു. ഇന്നും ആ വിമർശനം തുടരുന്ന സാഹചര്യം. കണ്ണൂരിലെ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് CPI കടുത്ത അതൃപ്തി തന്നെയാണ് ഇപ്പോൾ പരസ്യമാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഈ ഒരു പ്രതികരണവും വന്നിരിക്കുന്നത്. ചെങ്കൊടി തണലിൽ കൊട്ടേഷനും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തും അത് അംഗീകരിക്കാനാകില്ല എന്നുള്ള കാര്യം ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. അപ്പോൾ തന്നെ ആരാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നത് പേരെടുത്ത് പറയുന്നില്ല എങ്കിലും കണ്ണൂരിലെ CPMനെ തന്നെയാണ് ബിനോയ് വിശ്വം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏറെ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ചെങ്കൊടിക്ക് കീഴിൽ ഇത്തരത്തിലൊരു അധോലോക സംസ്കാരം വളരരുത് എന്ന നിലപാടാണ് CPIക്കുള്ളത്. CPMനും ആ നിലപാട് ആയിരിക്കും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു. ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇതിൽ ശ്രദ്ധേയമായ കാര്യം, മറ്റ് ആഭ്യന്തരമായി ഈ വിഷയത്തിൽ മുന്നണിയിലോ അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകളിലോ CPM CPI എന്നുള്ള നിലയിൽ ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നതിനും അപ്പുറത്തേക്ക് പരസ്യ പ്രതികരണത്തിന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇടതുപക്ഷം തിരുത്തി മുന്നോട്ട് പോകും. CPMും അതുപോലെ തന്നെ CPIയും തിരുത്തും. എല്ലാ കുറ്റവും CPMനാണ് എന്ന അഭിപ്രായം CPIക്കില്ല. CPI തിരുത്തേണ്ടിടത്ത് CPIയും തിരുത്തും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് വ്യക്തിപരമായിട്ടല്ല വിമർശനം, സംഘടനാപരമായ വിമർശനമായി കണ്ടാൽ മതി. അതൊരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ ശൈലിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ ബിനോയ് വിശ്വം ഭാഗമാക്കാകുന്നില്ല എന്നതല്ലേ? അത്തരം വ്യക്തിപരമായ വിമർശനങ്ങളൊന്നും ഇന്നലെയും ഇന്നും നടത്തിയ പ്രതികരണങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്നില്ല. പൊതുവായി ഇടതുപക്ഷം ജനാഭിലാഷം അത് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കണം. അതിന് വേണ്ട തിരുത്തലുകൾ ഇടതുപക്ഷം വരുത്തും. ആ തിരുത്തലുകൾ കൂട്ടായ ഒരു തിരുത്തൽ എന്ന രീതിയിലാണ് വേണ്ടത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഏതായാലും ഈ പൊതുവെ CPMനെ ഈ സർക്കാർ ഭരണപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് CPMനെ മാത്രം പഴിചാരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. പക്ഷേ അതേസമയം തന്നെ കണ്ണൂരിലെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് CPMനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ വിമർശനങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവിടെയും P. ജയരാജൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയർന്നു വന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായി ഈ ബിനോയ് വിശ്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അങ്ങനെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക്, വ്യക്തി കേന്ദ്രീകൃതമായ ആരോപണങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള നിലപാട് പറയലല്ല അദ്ദേഹം നടത്തിയത്. പകരം പൊതുവെ ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്ന വിവാദങ്ങളെല്ലാം അത് ചെങ്കൊടിക്ക് നാണക്കേടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ശരത്ത്, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേരുകയാണ്. ഇന്ന് സീതാറാം യെച്ചൂരി വാർത്താലേഖകരെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ തോൽവിയെ സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചില വിഭാഗങ്ങൾ മാറി വോട്ട് ചെയ്തതാണ് വലിയ തിരിച്ചടിക്ക് കാരണമെന്ന് സംസ്ഥാനം വിശദീകരിക്കുമ്പോൾ അങ്ങനെയല്ല, സ്വയം വിമർശനപരമായി കൂടി ഈ തോൽവിയെ കാണണം എന്നൊരു നിലപാട് കേന്ദ്ര നേതൃത്വം എടുത്തു എന്നാണ് അറിയുന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് വിമർശനങ്ങൾ ഉയർന്നത്? പൊതുവെ പൊതുതെരഞ്ഞെടുപ്പുകളിൽ CPMന് കഴിഞ്ഞ 1-2 തവണയായി വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അതിന് ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ട കാരണമാണ് എന്നതായിരുന്നു നേരത്തെയൊക്കെ CPM പ്രധാനമായും വിശദീകരിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി
ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ തിരിച്ചടിക്ക് ആക്കം കൂട്ടി എന്നുള്ള കാര്യം കേന്ദ്ര കമ്മിറ്റി ഒന്നടങ്കം അതൊരു പൊതു അഭിപ്രായമായി തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് വലിയ തിരിച്ചടിക്ക് കാരണമായത് എന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പൊതുവെ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരായ ഒരു വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. ആ നടപടികൾ ഒട്ടും വൈകരുത്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ ജനവിശ്വാസം തിരികെ പിടിക്കുന്നതിന് വേണ്ടി ആരംഭിക്കണം. അത് ഏത് രീതിയിലാണ് പ്രചാരണങ്ങൾ നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി ഒരു ക്യാമ്പയിൻ നിശ്ചയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ അടക്കം വലിയ വിഷയമാകുന്ന സാഹചര്യം. അതുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഇതുവരെയായി ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നടപടി അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. നേരത്തെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ വിശദീകരിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിയടക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ആ വിഷയത്തിൽ കാര്യമായ ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ.